വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PUC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PUCയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് പേര് നമ്മൾ KVSന്റെ റൂൾ നോട്ടിഫിക്കേഷൻസ് ഇട്ടതിന് ശേഷം അതുപോലെ തന്നെ സെപ്പറേറ്റ് വീഡിയോ TGT PGT വീഡിയോ ചെയ്തതിന് ശേഷം ഒരുപാട് പേര് ചോദിച്ച സംശയങ്ങൾക്കുള്ള ഒരു മറുപടിയും കൂടിയാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ചോദിച്ച വിഷയം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസ്, PGT കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, അതും കൂടെ ചേർത്ത് പറയാം അതിൽ. ഓക്കെ, മെയിനായിട്ട് PGT കമ്പ്യൂട്ടർ സയൻസിനെ കുറിച്ചാണ്. PGT കമ്പ്യൂട്ടർ സയൻസിന്റെ ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചില സംശയങ്ങൾ. അപ്പൊ അതിന്റെ കാര്യം എന്തെന്നുള്ളതാണ് ഇവർ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതിനു മുമ്പ് പറയട്ടെ, എല്ലാവരും എന്ത് ചെയ്യുക, അറിയാവുന്നവർ ഈ ഒരു കാര്യത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കമന്റ് സെക്ഷനിലൂടെ ഇതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക, തീർച്ചയായിട്ടും അതിനൊരു ഉത്തരം തരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ RRB ടീച്ചറിന്റെ പോസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുള്ളവർ അതിലെ കോഴ്സ് അവൈലബിൾ ആണ്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് RRB ടീച്ചറിന്റെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ നമ്മുടെ ഫീസ് 599 ആണ്. ഓക്കെ, അതിന്റെ അഡ്മിഷൻ ഏകദേശം ക്ലോസ് ആയിക്കൊണ്ടിരിക്കുന്നു. താല്പര്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. അത് ജോയിൻ ചെയ്യുന്നതിനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മുകളിൽ കാണുന്ന ഈ നമ്പറിൽ 77 36 75 0473 എന്നുള്ള നമ്പറിൽ വിളിക്കുകയോ വാട്സ്ആപ്പ് മെസ്സേജിലൂടെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ അതിനെ തുടർന്നുള്ള HSA നാച്ചുറൽ സയൻസ്, HSA ജനറൽ ബാച്ച്, LPP ലോങ് ടേം, CTET ഈ കോഴ്സിനൊക്കെ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അതും ഇതേപോലെ തന്നെ ഈ വാട്സപ്പിലൂടെയോ ഈ നമ്പറിൽ വിളിച്ചോ അല്ലെങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്, അതുവഴി നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ, പെട്ടെന്ന് തന്നെ നമ്മുടെ വിഷയത്തിലേക്ക് പോവാം. അപ്പൊ എല്ലാവർക്കും വന്നൊരു സംശയം എന്ന് പറയുന്നത്, ഈ 2025 KVSന്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അല്ലെങ്കിൽ റൂൾ ഇറങ്ങിയ സമയത്ത് അതിന്റെ റിവൈസ്ഡ് റൂൾ എന്നാണ് പറഞ്ഞിരുന്നത്. അതിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ, ഞാൻ ആ വീഡിയോ ചെയ്ത സമയത്ത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് 1196 വേക്കൻസികൾ വിളിച്ചിരുന്നു. 1196 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ക്വാളിഫിക്കേഷൻ പറയുന്ന സമയത്ത് അതിന്റെ ക്വാളിഫിക്കേഷനിൽ MSc കമ്പ്യൂട്ടർ സയൻസ് 50% മാർക്ക്, അല്ലെങ്കിൽ ME ഓർ MTech കമ്പ്യൂട്ടർ സയൻസ് ഓർ IT ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി 50% മാർക്ക്, പ്ലസ് ഇതിന്റെ കൂടെ അതായത് MSc കമ്പ്യൂട്ടർ സയൻസ്, MCA അല്ലെങ്കിൽ ME ഓർ MTech, ME ഓർ MTech കമ്പ്യൂട്ടർ സയൻസ് ആവാം, MTech കമ്പ്യൂട്ടർ സയൻസ് ആവാം, IT ആവാം. ഓക്കെ, ഇത് രണ്ടും അങ്ങനെ തന്നെയാണ്. ഓക്കെ, ഈ രണ്ട് കാര്യത്തിലും ഇത് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. MCA ആയാലും MCA ആയാലും MSc ആയാലും കമ്പ്യൂട്ടർ സയൻസ് ഓർ IT, ME ആയാലും MTech ആയാലും കമ്പ്യൂട്ടർ സയൻസ് ഓർ IT. ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടി എടുത്തു പറയുന്നുണ്ട്. എന്താണ്? B.Ed എന്നുള്ള കാര്യം. B.Ed പാസ്സായിരിക്കണം. അപ്പൊ ജനറൽ ആയിട്ട് KVSന്റെ PGTയുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് PG പ്ലസ് B.Ed ആണ്. ജനറൽ ആയിട്ട് PG പ്ലസ് B.Ed എന്നുള്ളതാണ്. PG പ്ലസ് B.Ed അക്യൂർ 50% മാർക്ക് എന്നുള്ളതാണ്. ഓക്കെ, ഇതിന്റെ ക്വാളിഫിക്കേഷൻ. ബട്ട് പലർക്കും സംശയം ചോദിക്കുന്നത്, കഴിഞ്ഞ 2022-23 നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഇങ്ങനെയല്ലേ? ഇതായിരുന്നു 2022 നോട്ടിഫിക്കേഷൻ. ഓക്കെ, 2022 PGT കമ്പ്യൂട്ടർ സയൻസിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരുന്നത് എങ്ങനെയായിരുന്നു? അറ്റ്ലീസ്റ്റ് 50% മാർക്സ് അഗ്രിഗേറ്റ്, BTech കമ്പ്യൂട്ടർ സയൻസ് ഓർ IT, അല്ലെങ്കിൽ BTech എനി സ്ട്രീംസ്. ഓക്കെ, ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടേഴ്സ്, അതുകൊണ്ട് ഡിപ്ലോമ എടുത്തവരും ഏത് സ്ട്രീമും ആവാം, അല്ലെങ്കിൽ MSc കമ്പ്യൂട്ടർ സയൻസ്, MCA ഓർ ഇക്വലന്റ്. അത് കൂടാതെ ഒരു കാര്യം നിങ്ങൾ ഓർത്തോളേ, കഴിഞ്ഞ തൊട്ട് മുമ്പത്തെ നോട്ടിഫിക്കേഷനിൽ BSc കമ്പ്യൂട്ടർ സയൻസുകാർക്കും BSc കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ BCA എടുത്തവർക്കും, അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ഓർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ എനി സബ്ജക്ട് ഫ്രം ദ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. ഓക്കെ, അല്ലെങ്കിൽ B ലെവൽ DOEACC ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ എനി അതർ സബ്ജക്ട്. അതായത് DOEC എന്ന് പറയുന്ന ആ ഒരു കോഴ്സ്, C ലെവൽ ഫ്രം
DOACC, മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ആൻഡ് ഗ്രാജുവേഷൻ, ഇത്രയും ക്വാളിഫിക്കേഷൻ ഡിപ്ലോമയുള്ളവരെ വിളിച്ചിരുന്നു. ഇതില് ആ ഒരു നോട്ടിഫിക്കേഷനിൽ നമ്മുടെ BEd എന്ന് പറയുന്ന കാര്യം സൂചിപ്പിച്ചിട്ടേ ഇല്ല. BEd ഇല്ല. പകരം ബിടെക്കുകാർക്കും അപ്ലൈ ചെയ്യാം, MCAക്കാർക്കും അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ BSc കമ്പ്യൂട്ടർ സയൻസുകാർക്കും അപ്ലൈ ചെയ്യാം, BCAക്കാർക്ക് അപ്ലൈ ചെയ്യാം, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയുള്ള ആൾക്ക് അപ്ലൈ ചെയ്യാം, എല്ലാം അപ്ലൈ ചെയ്യാമായിരുന്നു കഴിഞ്ഞ വേക്കൻസിയിൽ, കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷൻ. ബട്ട് ഇപ്പോൾ വന്നതിലാണ് എന്ത് കൊടുത്തിരിക്കുന്നത്, ഈ BEd വേണമെന്നുള്ള ഒരു നിഷ്കർഷ അവിടെ പാലിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ മെയിൽ അയച്ച് ചോദിച്ചതിന്റെ ഫലമായിട്ട് അവർ പിന്നീട് അതിന് ക്ലാരിഫിക്കേഷൻ തരുമെന്നാണ് പറയുന്നത്. ഉടനെ തന്നെ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ തരുമെന്നുള്ള കാര്യമാണ് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പലരും പറഞ്ഞ സംശയമായിരുന്നു, കഴിഞ്ഞ വർഷം ഞങ്ങൾ അപ്ലൈ ചെയ്തതിന്. കാരണം നമുക്കറിയാം ഈ പറയുന്ന കോഴ്സുകൾക്ക് MSc കമ്പ്യൂട്ടർ സയൻസ്, MCA, ME, MTech, IT-ക്കൊന്നും BEd ഇല്ല എന്നുള്ള കാര്യം, പ്രത്യേകിച്ച് കേരളത്തിൽ BEd ഇല്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓക്കെ, ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ എന്തുകൊണ്ടാണ് ഈ ഒരു ക്വാളിഫിക്കേഷൻ റൂൾസ് ചേഞ്ച് ആയിട്ടില്ല, എക്സിസ്റ്റിംഗ് റൂൾസ് ആണ് അഡോപ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഈ ക്വാളിഫിക്കേഷൻസ് വെട്ടിച്ചുരുക്കുകയും ഡിഗ്രിക്കാരെയൊക്കെ ഒഴിവാക്കുകയും BSc-കാരെയൊക്കെ ഒഴിവാക്കുകയും ഉള്ളി PG-കാരെ മാത്രം എടുക്കുകയും പ്ലസ് അതില് BEd ആഡ് ചെയ്യുകയും ചെയ്തു എന്നൊരു മെയിൽ കൊടുത്തപ്പെടുത്തുകയെ നിങ്ങൾക്ക് അതിന്റെ ക്ലാരിഫിക്കേഷൻ ഉടൻ തരും എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും BEd വേണ്ടി വരത്തില്ല എന്ന് തന്നെയാണ്. കാരണം ഇതിനൊന്നും BEd ഇല്ല. BEd ഇല്ലാത്ത കോഴ്സുകൾക്ക് പിന്നെ എങ്ങനെ BEd ഉണ്ടാക്കാൻ പറ്റുന്നേ? ഓക്കെ, അപ്പൊ തെറ്റായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ തെറ്റായിട്ട് ഉള്ള രീതിയിലേക്ക് നയിക്കുന്ന തരത്തിൽ അവരെ ടെൻഷൻ അടുപ്പിക്കുന്ന രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു പരിപാടിയാണ്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളതിന് പ്രതികരിക്കുകയും വേണം. ഇത് വരുന്ന സമയത്ത്, നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഇനി മാറ്റമില്ലെങ്കിൽ അല്ലെങ്കിൽ അത് മുൻകൂട്ടി അറിയിച്ചില്ലെങ്കിൽ അതിനുള്ള പ്രതികരണം കൊടുക്കുകയും വേണം. തീർച്ചയായിട്ടും അതിനുള്ള കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ഓക്കെ, നമുക്കതിന് അതുമായിട്ട് മുന്നോട്ട് പോകാം. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നോക്കിക്കൊള്ളണം, TGT വർക്ക് എക്സ്പീരിയൻസ് ടീച്ചർ, ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ വർക്ക് എക്സ്പീരിയൻസ്. അതിലും കൊടുത്തിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ 2025 ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ബാച്ചിലർ ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, കമ്മ്യൂണിക്കേഷൻ, അതിന്റെ കൂടെ അതായത് ബാച്ചിലർ BTech എടുത്തവർക്ക് അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇലക്ട്രിക്കലിലോ ഇലക്ട്രോണിക്സിലോ ഒക്കെ ഉള്ളവർക്ക് ചെയ്യാം. പ്ലസ് അതിന്റെ കൂടെ BEd. ഇതിനും എവിടെയാണ് BEd ഉള്ളതെന്ന് അന്വേഷിക്കണവർ. ഈ കാര്യവും കൂടി നിങ്ങൾ ഓർത്ത്. ഇത് കഴിഞ്ഞ തവണ 2022 നോട്ടിഫിക്കേഷനിൽ വിളിച്ച സമയത്ത് ഇതാ കിടക്കുന്നു, വർക്ക് എക്സ്പീരിയൻസ് ടീച്ചറിന്റെ TGT വർക്ക് എക്സ്പീരിയൻസ്, ഇലക്ട്രിക്കൽ, ഗ്രാജുവേറ്റ്സ് ആൻഡ് ഇലക്ട്രോണിക്സ് എന്നും പറഞ്ഞ് കിടക്കുന്നു. ഇതിൽ എവിടെയും അതിൽ ഒരുപാട് ക്വാളിഫിക്കേഷൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പഴയതിൽ. ഓക്കെ, ഗ്രാജുവേറ്റ് ഇൻ ഇലക്ട്രിക്സ് എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, ദ മിനിമം ക്വാളിഫിക്കേഷൻ ഫോർ അഡ്മിഷൻ ദ ഡിപ്ലോമ കോഴ്സ് വരെ അവർ അംഗീകരിച്ചിരുന്നു. ഇലക്ട്രിക്കലോ ഇലക്ട്രോണിക്സിലോ ഡിപ്ലോമയുള്ളവരെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ. പക്ഷെ അതിന്റെ കൂടെ ഈ BEdും കൂടി ഇപ്പോൾ 2025 BEd കൂടി വെച്ചിരിക്കുന്നു. അപ്പൊ തെറ്റായിട്ടുള്ള ഒരു റിവൈസ്ഡ് നോട്ടിഫിക്കേഷൻ ആണത്. തീർച്ചയായിട്ടും നമ്മളതിന് പ്രതികരിക്കണം. നിങ്ങളുടെ കമന്റ് സെക്ഷനിൽ നിങ്ങൾ അറിയിക്കുക. തീർച്ചയായിട്ടും വലിയ വേക്കൻസി ഉള്ള ഒരു പോസ്റ്റ് കൂടിയാണ്. 1315 വേക്കൻസി, 1315 BTechകാര്, ഇലക്ട്രോണിക്സ് പഠിച്ച BScക്കാര്, അവർക്കൊക്കെ പെട്ടെന്ന് കയറി പോകാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ഈ പോസ്റ്റ്. വളരെ ധാരാളം നിയമനങ്ങൾ നടക്കുന്ന ഒരു പോസ്റ്റാണ് ഈ പോസ്റ്റ് എന്ന് പറയുന്നത്. 100% എന്താണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഉള്ള പോസ്റ്റാണ്. അപ്പൊ അതിൽ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് എന്താണെന്നുള്ളത് നമ്മൾ ചോദിച്ച ഒരു കറക്റ്റ് റിപ്ലൈ കേന്ദ്ര വിദ്യാലയ സംഘടന നൽകിയിട്ടില്ല. ഉടനെ നൽകുമെന്ന് അറിയാൻ കഴിയുന്നു. തീർച്ചയായിട്ടും ഇതിനൊന്നും BEd ഇല്ല. ഇനി മറ്റുള്ള സ്റ്റേറ്റിൽ ഉണ്ടോ എന്ന് അറിയത്തില്ല. ഓക്കെ, നമ്മുടെ സ്റ്റേറ്റിൽ എന്തായാലും ഇതിനൊന്നും BEd ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഈ കാര്യവും വർക്ക് എക്സ്പീരിയൻസ് ടീച്ചറിന്റെ കാര്യവും മുകളിൽ നമ്മൾ പറഞ്ഞ ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ ഇൻ കമ്പ്യൂട്ടർ സയൻസിന്റെ കാര്യവും BEd ഇല്ലാത്തതിന് എവിടെ നിന്നാണ് BEd കൊണ്ടുവരാൻ പറ്റുന്നത്? അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കുക. നമ്മൾ തീർച്ചയായിട്ടും അതുമായിട്ട് മുന്നോട്ട് മൂവ് ചെയ്യുന്നതായിരിക്കും. ഉടൻ തന്നെ അതിന്റെ ഒരു മറുപടി നമ്മൾ ലഭിക്കത്തക്ക രീതിയിൽ
കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങളും കൂടി നമ്മളോടൊപ്പം നിൽക്കുക. എന്തായാലും നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിലൂടെ അറിയിക്കുകയും ചെയ്യുക. ഓക്കെ, തീർച്ചയായിട്ടും ഇത് എല്ലാവരിലേക്കും ഈ വീഡിയോ എത്തിക്കുകയും ചെയ്യുക തീർച്ചയായിട്ടും. കാരണം ബൾക്ക് പോസ്റ്റ് വരുന്ന 100% ഇതാ കമ്പ്യൂട്ടർ സയൻസിന്റെ പോസ്റ്റ് 100% ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. വർക്ക് ടീച്ചറിന്റെ 100% ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. ഏകദേശം 1500 വേക്കൻസി രണ്ടിനും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ബൾക്ക് പോസ്റ്റിംഗ് നടക്കാനുള്ള ഒരു സാധനത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയായിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും എന്ത് ചെയ്യുക, നമുക്ക് ഇതിന്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും എത്തിക്കണം കേട്ടോ, തീർച്ചയായിട്ടും നിങ്ങൾ എത്തിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളിലെ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റൂ. എന്തായാലും എന്ത് ചെയ്യുക, നിങ്ങളത് കമന്റ് സെക്ഷനിലൂടെ അറിയിക്കുകയും വേണം എല്ലാവരും. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ ഈ KVS ഒക്കെ കോഴ്സുകൾ ആരംഭിക്കുന്നുണ്ട്. അതിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ റെയിൽവേ ടീച്ചറിന് ഒന്നുകൂടെ പറയുന്നത്, റെയിൽവേ ടീച്ചറിന് ജോയിൻ ചെയ്യാനുള്ളവർ അത്രയും പെട്ടെന്ന് തന്നെ താല്പര്യമുള്ളവർക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിലൂടെ ഇതിനുള്ള മറുപടി അറിയിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും താങ്ക് യു. ജയ് ഹിന്ദ്, വന്ദേ മാതരം.